ലോകേഷ് കനകരാജിന്റെ കൂലി എന്ന സിനിമ ഇന്നലെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ഈ നിമിഷം വരെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കാണും. എനിക്ക് ഇപ്പോ കാണാൻ സമയം കിട്ടിയില്ല, എനിക്ക് എന്റേതായ തിരക്കുകൾ കാരണം കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനായി മാറ്റി വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കാണും. ആ സിനിമ കാണാത്ത എനിക്ക് ഈ അവസരത്തിൽ ഇവിടെ എന്താണ് വിഷയമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ, ഒരു യുവ സംവിധായകൻ എന്ന് നമുക്ക് ഇപ്പോഴും വിശേഷിപ്പിക്കാം. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ കാലിബർ കൊണ്ടും തന്റെ ഒരു വിഷയത്തിനോടുള്ള തന്റെ ഡെഡിക്കേഷൻ കൊണ്ടും ഈ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു മികച്ച സംവിധായകനാണ് ഈ പറയുന്ന ലോകേഷ് കനകരാജ്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ക്രിയേറ്റിവിറ്റികളെയും ജനത്തിന് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അത് വിക്രം എന്ന് പറയുന്ന മൂവി ആയാലും, ഖൈദി എന്ന് പറയുന്ന മൂവി ആയാലും, ഇപ്പോ ലിയോ എന്ന് പറയുന്ന മൂവി ആയാലും, മാസ്റ്റർ എന്ന് പറയുന്ന മൂവി ആയാലും, ഇതിനെല്ലാത്തിനും തന്നെ ഒരു ലോകേഷ് ടച്ച് ഉണ്ട്, ഒരു ലോകേഷ് ക്ലാസിക് ഉണ്ട്. അതിനകത്ത് തന്നെ പുള്ളിക്കാരൻ്റെതായ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇട്ടുകൊണ്ടാണ്, അതായത് ആ പടം എന്ന് പറയുന്നത് ഒരു ലോകേഷ് സിനിമ എന്നാണ് നമ്മൾ പ്രത്യേകിച്ച് പറയാറുള്ളത്. അവിടെ ഏത് നടൻ വന്നാലും, അതിന്റെ പിന്നണിയിൽ ഏതൊരു കലാകാരൻ എത്തിയാലും അതിന്റെ ഏറ്റവും മികച്ച റിസൾട്ട് അതിലേക്ക് എത്തിക്കുവാൻ ഈ പറയുന്ന ലോകേഷ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതെല്ലാം തന്നെ ബലവത്താവാറുണ്ട്. ഇപ്പൊ ഞാന് ഇന്നലെ ഇറങ്ങിയ സിനിമയെ ബന്ധപ്പെട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന കുറേയേറെ വീഡിയോകൾ എന്നെ വളരെയേറെ വേദനിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരാളുടെ സിനിമ എന്തെങ്കിലും തരത്തിൽ ചെറിയൊരു അപാകത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേയേറെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹം പിന്നിലേക്ക് ചെയ്തു വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ കഴിവിനെയോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയോ മറക്കുന്ന രീതിയിൽ വളരെ ക്രൂരമായ ഒരു സൈബർ ബുള്ളിങ്ങിലേക്ക് ആ മനുഷ്യനെയും ആ മനുഷ്യന്റെ കുടുംബത്തെയും വരെ എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ ഇടങ്ങളിലുണ്ട്. ഇതിപ്പോ ഈ പറയുന്ന കൂലി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഒരുപാട് പേരുടെ നിരൂപണങ്ങളും ഒരുപാട് പേരുടെ കമന്റ്സും ഞാൻ കണ്ടു. അതില് ഓൾമോസ്റ്റ് ഒരു 90% അപ്പോ ഒരു 90% മുകളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള, പടം അത്ര പോരാ, അത് മികച്ചതായിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് മലയാളത്തിൽ എടുത്തു നോക്കിയാലും ഈവൻ തമിഴിൽ എടുത്തു നോക്കിയാലും അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കാണാൻ കഴിയുന്നുണ്ട്. ആ എല്ലാ വീഡിയോകളുടെയും കമന്റുകളിലും അതുപോലെ തന്നെ ആ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന ആളുടെ രീതികളിൽ പോലും അതിലെ നടനേക്കാൾ ഏറെ അറ്റാക്ക് ചെയ്യപ്പെട്ടത് ഈ പറയുന്ന ലോകേഷ് എന്ന് പറയുന്ന ആ ഡയറക്ടറാണ്. കാരണം എനിക്ക് ഏകദേശം എല്ലാവർക്കും വ്യക്തമാണ്. കാരണം അദ്ദേഹം പിന്നിൽ ചെയ്തു വെച്ചിട്ടുള്ള ആ കഥകളും അദ്ദേഹം ചെയ്ത സിനിമകളുടെയും ആ ഒരു മൂല്യത്തെ തിരിച്ചറിഞ്ഞ ആ ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും ഈ പറയുന്ന എല്ലാവരും തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു അരോചകവും ആ ഒരു ദേഷ്യവുമായിരിക്കും ഈ പറയുന്ന സംവിധായകന്റെ മേലെ എല്ലാവരും തീർക്കുന്നത്. പക്ഷെ ഇത് മനുഷ്യർ പലവിധം, മനുഷ്യർക്ക് പല രുചി എന്ന് പറയുന്നത് പോലെ ഒരാൾ നല്ലത് കാണുമ്പോൾ അല്ലെങ്കിൽ നല്ലത് ചെയ്യുമ്പോൾ അയാളെ പുകഴ്ത്തുകയും അയാളുടെ ഭാഗത്ത് ചെറിയ എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അയാളെ തള്ളിപ്പറയുകയും ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ഒരു രീതിയാണ്? ഇത് ലോകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പല മേഖലകളിൽ ഇത് പലരും അനുഭവിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ 100 അടിക്കുമ്പോൾ കൈയടിക്കും, സച്ചിൻ ടെണ്ടുൽക്കർ 0 ആകുമ്പോൾ തെറി വിളിക്കും. അത് പണ്ടത്തെ കാലം. അന്ന് ഇത്തരത്തിലുള്ള ഓൺലൈൻ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലായിരുന്നു. മൗത്ത് പബ്ലിസിറ്റി വഴി നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ഇടയിൽ പലരും അത് പറഞ്ഞിട്ടുണ്ടാവും. എന്തിനാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിക്കും. കാരണം ഒരാള് ഫോമിൽ നിൽക്കുമ്പോൾ, ഈവൻ നമുക്ക് വളരെയേറെ ഒരുപാട് വിജയങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി. നമുക്ക് എല്ലാവർക്കും അറിയാം മഹേന്ദ്ര സിംഗ് ധോണി ആരാണെന്നും ധോണി ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എന്താണെന്നും. പക്ഷെ ഈ കഴിഞ്ഞ IPL വളരെയേറെ നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് ആ മനുഷ്യനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ചൂണ്ടുവെക്കുന്നത്, കാരണം ഒരാൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒന്ന് വീക്കായി കഴിഞ്ഞാൽ അദ്ദേഹം നല്ലത് ചെയ്തതെല്ലാം മറന്നിട്ട് അയാളെ ഇങ്ങനെ വളരെയേറെ രീതിയിൽ ആക്രമിക്കുന്ന, അദ്ദേഹത്തെ കൊത്തിപ്പറിക്കുന്ന ഈ ഒരു രീതി നമ്മൾ മാറ്റണ്ടേ? ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പലർക്കും ഞാൻ മനുഷ്യർ പലവിധമാണ്, അവർക്ക് പലതരത്തിലുള്ള രുചികളാണ്, പലതരത്തിലുള്ള സ്വഭാവങ്ങളാണ്. പക്ഷെ ഒരാളുടെ ഒരു വീക്ക് പോയിന്റിലും നമ്മൾ ഒപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടി ഒരുപാട് നല്ല നിമിഷങ്ങൾ തന്ന ഒരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. അദ്ദേഹത്തിന്റെ ഒരു വീക്കായിട്ടുള്ള ഒരു അവസരത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അയാളുടെ ലൈഫിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മളല്ലേ അയാളെ ഒപ്പം നിർത്തേണ്ടത്?
കാരണം എവിടെയോ നമ്മൾ സന്തോഷിപ്പിച്ചിട്ടില്ലേ, ആ ഒരു നിമിഷത്തിനോടുള്ള ഒരു അല്പമെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ. പക്ഷെ ആക്രമിക്കുന്നത് എന്ത് തരത്തിൽ ന്യായീകരിക്കും? ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല, അത് അവിടെ കൊണ്ട് കഴിയുകയാണ്, അതൊരു പ്രേക്ഷകന്റെ വിലയിരുത്തലാണ്, അത് അവിടെ കൊണ്ട് നിന്നോട്ടെ. പക്ഷെ അതിനു മേലെയുള്ള കടന്നാക്രമണങ്ങളെ എന്താണ് പറയേണ്ടത്? അതിനെ എന്ത് പേരിലാണ് നമ്മൾ വിളിക്കേണ്ടത്? എന്തുകൊണ്ടും എനിക്കും ചിലപ്പോൾ ആ സിനിമ വർക്കാവില്ലായിരിക്കും, കാരണം ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പൊ എല്ലാ പേർക്കും ഒരേ രീതിയിലായിരിക്കില്ല ഓരോ സിനിമയും അവർ സമീപിക്കുന്നത്. ചിലപ്പോൾ എനിക്കൊരു പക്ഷെ ചിലപ്പോൾ കൂലി ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് കൂലി ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ഞാനത് കണ്ടു കഴിഞ്ഞിട്ട് മാത്രമേ എനിക്കത് പറയാൻ കഴിയത്തുള്ളൂ. പക്ഷെ പലരുടെയും വിലയിരുത്തലുകൾ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം. കാരണം അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയമാണ്. അത് ഏത് മേഖലയിൽ, ഞാൻ ഒരുപാട് മേഖലകൾ പറയാനുള്ള കാരണവും അതാണ്, അത് ഏത് മേഖലയിലുള്ളതായാലും ഒരിക്കൽ നമ്മൾ പൊക്കി പറയുന്നവരെ എന്തിനാണ് കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ എടുത്ത് താഴെ ഇട്ടിട്ട് ചവിട്ടി മെതിക്കുന്നത്? ചിന്തിക്കുക. വേറൊന്നും ഇതിൽ പറയാനില്ല. എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.